ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മളിങ്ങനെ കേട്ടറ്റിനുണ്ട് ക്ലാസ് ഒക്കെ നമ്മൾ പതിയെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം കുറച്ച് PYQs ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു 5 PYQs, അതും ജസ്റ്റ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടി പോവുകയാണ്. ഓക്കെ, ഇതുകൂടാതെ വന്നിട്ടുള്ള കുറച്ച് കമന്റ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ബാഹർ കോയി ഹെ ഇസ്മേ കോയി കിസ് പ്രകാർ കാ സർവനാം ഹെ. ഒരു ക്വസ്റ്റ്യൻ ആണ്, ബാഹർ കോയി ഹെ, അതായത് പുറത്ത് ആരോ ഉണ്ട്. ഇസ്മേ കോയി കിസ് പ്രകാർ കാ സർവനാം ഹെ. കോയി എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള സർവനാമാണ്, അതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്: നിശ്ചയവാചക്, അനിശ്ചയവാചക്, നിജവാചക്, പുരുഷവാചക്. ഓക്കെ, ഇതിൽ ഏതായിരിക്കും ആൻസർ? ഓക്കെ, അപ്പൊ കോയി എന്ന് പറയുന്നത്, ബാഹർ കോയി ഹെ എന്ന് വെച്ചാൽ പുറത്ത് ആരോ ഉണ്ട്. കോയി എന്ന് പറയുന്ന ആരോ, അപ്പൊ എന്താണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ആരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആരോ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് കോയി എന്നുള്ളത്. ഇത് ഏത് രീതിയിലുള്ള സർവനാമമാണ്? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന അനിശ്ചയവാചകം എന്നാണ്. അനിശ്ചയവാചക സർവനാമാണ് ഇത്. അനിശ്ചയവാചക സർവനാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് അതിലൂടെ എന്താണ്, ഒരു വ്യക്തിയാണോ വസ്തു ഏതെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു അനിശ്ചയവാചക സർവനാമാണ് കുച്ച് എന്നുള്ളത്. ഓക്കെ, അത് കുറച്ച് ആരോ, ഇതൊക്കെ എന്താണ് അനിശ്ചയവാചക സർവനാമിൽ വരും. കോയി കുച്ച് എന്ന് ഹിന്ദിയിൽ വരുമ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യശ്പാൽ കെ സംബന്ധ് മേ സഹി കഥൻ കോൺസാ ഹെ. യശ്പാലിനെ കുറിച്ച് ശരിയായിട്ടുള്ള താഴെ പറയുന്നതിൽ ഏത് സെന്റൻസ് ആണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്താണ് രഹസ്യവാദി, സാഹിത്യകാർ ദേ. രണ്ടാമത്തെ പ്രയോഗവാദി, മൂന്നാമത്തെ പ്രഗതിവാദി, നാലാമത്തേത് ഹാലാവാദി. ഇതിൽ ഏതാണ് യശ്പാലുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതായിരിക്കും? പ്രഗതിശീൽ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. പ്രഗതിശീൽ വിചാരധാരാക്കെ സാഹിത്യകാരാണ് യശ്പാൽ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അതുവരെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതിക്കെതിരെയൊക്കെ ശബ്ദമുയർത്തുകയാണ് യശ്പാൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രഗതിശീൽ വിചാരധാരാക്കെ സാഹിത്യകാരാണ് യശ്പാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൃഥ്വിരാജ് രാസോ കെ രചയിത കോൻ ഹെ. പൃഥ്വിരാജ് രാസോ എഴുതിയത് ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ. ചന്ദബർജായി, ജഗനിക്ക്, ബാൺഭട്ട്, അമീർ ഖുസ്രോ. ഇങ്ങനെ ഒരു 4 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, പല പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പൃഥ്വിരാജ് രാസോ എഴുതിയത് ചന്ദബർജായി ആണ്. ഓക്കെ, ഇനി നമ്മൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പൃഥ്വിരാജ് രാസോ എന്താണ്, ഒരു മഹാകാവ്യമാണ്. ഹിന്ദി ഭാഷയിൽ എഴുതപ്പെട്ട മഹാകാവ്യമായിട്ട് കണക്കാക്കുന്നു. അതിനെന്താണ്, പൃഥ്വിരാജ് ചൗഹാന്റെ ജീവിത ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ രചയിത എന്ന് പറയുന്നത് ചന്ദബർദായി ആണ്. പൃഥ്വിരാജ് ചൗഹാന്റെ ആശ്രിത കവിയായിരുന്നു. ഓക്കെ, അതാണ് ചന്ദബർദായി. ചന്ദബർദായി എഴുതിയതാണ് പൃഥ്വിരാജ് രാസോ. ഇതിനകത്ത് മെയിനായിട്ട് പൃഥ്വിരാജ് ചൗഹാന്റെ യുദ്ധവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിന്ദി ഭാഷ കിസ് ലിപി മേ ലിഖി ഗയി ഹെ. ഓക്കെ, ഹിന്ദി ഭാഷ ഏത് ലിപിയിലാണ് നമ്മൾ എഴുതുന്നത്? സിന്ധു ലിപി, ഹരോഷ്ടി ലിപി, ശാരദാ ലിപി, ദേവനാഗരി ലിപി. സിമ്പിൾ ആണ്, ദേവനാഗരി ലിപിയിലാണ് നമ്മൾ ഹിന്ദി ഭാഷ എഴുതുന്നത്. അതുപോലെ തന്നെ മറാഠി, നേപ്പാളി, സംസ്കൃത്, ഇതൊക്കെ എന്താണ് ദേവനാഗരി ലിപിയിൽ വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആപ്കാ ബണ്ടി ഉപന്യാസമേ ബണ്ടി കാ മാ ശകുൻ കോൻ ഹെ. അപ്പൊ ആപ്കാ ബണ്ടി എന്ന് പറയുന്ന മന്നു ഭണ്ഡാരിയുടെ ഒരു ഉപന്യാസമുണ്ട്, നോവലുണ്ട്. ഇതിനകത്ത് ബണ്ടിയുടെ അമ്മയായിട്ടുള്ള ശകുൻ ആരാണ്? ഡോക്ടർ, പ്രിൻസിപ്പൽ, വക്കീൽ, പത്രകാർ. ഇതാണ് 4 ഓപ്ഷൻസ്. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ എന്നാണ്. അതായത് ബണ്ടിയുടെ അമ്മ ശകുൻ എന്താണ് ഈ നോവലിനകത്തൊരു പ്രിൻസിപ്പിളിന്റെ ക്യാരക്ടറിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ നോവൽ എഴുതിയത് 1971 അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ആപ്കാ ബണ്ടി എന്ന് പറയുന്നത്, ബണ്ടി എന്ന് പറയുന്ന ചെറിയ കുട്ടീനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു ഉപന്യാസമാണ്, മീൻസ് ഒരു നോവലാണ്. ഓക്കെ, ആ പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മളിങ്ങനെ വരുന്ന വീഡിയോകളിൽ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തു പോകും. ഇനി ഇത് കൂടാതെ കുറച്ച് കമന്റ് കൂടി നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ കമന്റ്സിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഏകദേശം നമ്മളിങ്ങനെ ഓരോ വീഡിയോയിലും കുറച്ച് കമന്റ്സുകൾ നമ്മളിങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ആഴ്ചയിൽ ഓക്കെ,
May I know something? I have PG in Hindi but no B.Ed, but have B.Ed in English with PG Hindi. Can I apply for CATET 4 or B.Ed needed for that? Please apply. ഓക്കെ. അപ്പോൾ അതായത് PG ഹിന്ദി ഉണ്ട്, പക്ഷെ ഹിന്ദിയിൽ B.Ed ഇല്ല. വായിക്കുമ്പോൾ എനിക്കതാണ് കിട്ടുന്നത്. പിന്നെ എന്താണ്, B.Ed ചെയ്തിട്ടുണ്ട്, അത് ഇംഗ്ലീഷിലാണ്. ഓക്കെ. അതുപോലെ തന്നെ അങ്ങനെ ആണെങ്കിൽ CATET 4 അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ CATET 4 അപ്ലൈ ചെയ്താൽ മിക്കവാറും വെരിഫിക്കേഷൻ, എക്സാം എഴുതി കിട്ടിയാലും വെരിഫിക്കേഷൻ നടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ. ഇനി CATET 4 നമുക്ക് B.Ed നിലവിൽ വേണ്ട, ഹിന്ദിയിലുള്ളൊരു ഡിഗ്രി മതി. ഹിന്ദി ഡിഗ്രി ആയിരുന്നെങ്കിൽ എഴുതായിരുന്നു, പക്ഷെ ഇവിടെ എന്താണ് PG ആണ് ഹിന്ദിയിലുള്ളത്. അപ്പോൾ B.Ed ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ഡിഗ്രി ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ CATET ആ രീതിയിൽ എഴുതുന്നതിന് കുഴപ്പമുണ്ടാവില്ല. അതായത് ഇംഗ്ലീഷിൻ്റെ CATET എഴുതുന്നതിന് കുഴപ്പമുണ്ടാവില്ല. ഡിഗ്രി ഇംഗ്ലീഷ് ആണെന്ന് എനിക്ക് തോന്നുന്നു, B.Ed ഇംഗ്ലീഷിലുള്ളതുകൊണ്ട്. ഓക്കെ. ഓക്കെ. അപ്പം ഞാൻ ആ കമൻറ്റ് കൂടി ഒന്ന് പിന്നെ ജ്ഞാപനമൊക്കെ നമുക്ക് വരുന്ന പോലെ നോക്കാം. ഓക്കെ. അതുപോലെ തന്നെ CATET വെരിഫിക്കേഷൻ ആണ്. ഇതുവരെ CATETന്റെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഒരറിവ് കിട്ടിയിട്ടില്ല. എന്തായാലും നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉടനെ തന്നെ വെരിഫിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ഓക്കെ. So guys, see you in the next topic. Okay, bye.